അയ്യപ്പെട്ട ഒടുവിൽ ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിനെ തള്ളിപ്പറഞ്ഞിരിക്കുന്നു. നമുക്കറിയാം, ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ 2 ദിവസമായി ഒളിവിലാണ്. കഴിഞ്ഞ തവണ, അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അന്ന് നടപടിയെടുക്കുന്ന സമയത്ത് പോലും ഷാഫി പറമ്പിൽ രാഹുലിനെ പരോക്ഷമായി സംരക്ഷിക്കുന്ന നിലപാടാണ് എടുത്തത്. പൊതുവെ രാഹുലിനെ പരസ്യമായി തള്ളിപ്പറയാനൊന്നും ഷാഫി പറമ്പിൽ രംഗത്ത് വന്നിട്ടില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ പരാതി വന്നു. ഇപ്പോൾ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ ചൊവ്വാഴ്ചയോ ബുധനാഴ്ചയോ പരിഗണിക്കുമെന്നാണ് മാധ്യമ വാർത്തകൾ. തിരുവനന്തപുരത്തെ ജില്ലാ കോടതി പരിഗണിക്കുമെന്ന വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ഇപ്പോൾ ഒടുവിൽ അദ്ദേഹത്തിൻ്റെ ഷാഫി പറമ്പിലിൻ്റെ ഉള്ളം കയ്യിലുണ്ടായ രാഹുലും രാഹുൽ തമ്മിലെ ബന്ധം നമുക്ക് കൂടുതൽ പറയേണ്ട ആവശ്യമില്ലല്ലോ. അല്ലെങ്കിൽ മച്ചാ അല്ല ചക്കരയും പീരിയം പോലെയായിരുന്നു. ഇപ്പോൾ ഒടുവിൽ ഷാഫി പറമ്പിലും അദ്ദേഹത്തെ തള്ളിപ്പറഞ്ഞിരിക്കുകയാണ്. അല്ല, അത് ഇപ്പോൾ തുഫേല ഇതിനകത്ത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മാധ്യമങ്ങളുടെ മുന്നിൽ ഷാഫി പറമ്പിൽ എന്ന് പറഞ്ഞത് പാർട്ടിയുടെ നിലപാടാണ് തനിക്കുള്ളത്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് എതിരെ ഇങ്ങനത്തെ ആരോപണങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ അത് പാർട്ടിക്കൊപ്പമാണ് താൻ നിൽക്കുന്നത് എന്ന് തന്നെയാണ് ഷാഫി പറയുന്നത്. പക്ഷെ അങ്ങനെ പറയുമ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കോൺഗ്രസ്സിലെ ഒരു വിഭാഗം ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഷാഫി ഇവിടെ ഇത്തരത്തിൽ പാർട്ടിക്കൊപ്പമാണ് എന്ന് പറയേണ്ടത് ഒരു ധാർമ്മികതയുടെ പേരിലായിരിക്കും എന്ന് ഞാൻ കരുതുന്നു. ഇന്ന് വേറെ രസമാണ്, ഇന്നത്തെ വീക്ഷണം പത്രത്തിന്റെ മുഖപ്രസംഗം പോലും രാഹുൽ മാങ്കൂട്ടത്തിനെ പരോക്ഷമായി പിന്തുണക്കുന്ന രീതിയിലാണ് മുഖപ്രസംഗം ചെയ്തത്. പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്നും പറഞ്ഞ് രാഹുലിനെ സംരക്ഷിക്കുന്ന, രാഹുലിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു സ്റ്റാൻഡാണ് കോൺഗ്രസിന്റെ മുഖപത്രമായ വീക്ഷണം പോലും എടുത്തത്. അതെ, അല്ല അതുകൊണ്ട് തന്നെ ഈ പാർട്ടിയുടെ സ്റ്റാൻഡിനൊപ്പം നിൽക്കുക എന്നുള്ളത് ഷാഫിയുടെ ധാർമ്മികമായിട്ടുള്ള ഒരു ബോധമാണ്. പാർട്ടിയിൽ നിൽക്കുമ്പോൾ, പാർട്ടിക്കാരനായി നിൽക്കുമ്പോൾ അങ്ങനെ ഒരു സ്റ്റാൻഡിൽ നിൽക്കാൻ പറ്റുള്ളൂ. പക്ഷേ വ്യക്തിപരമായൊരു ബന്ധം ഷാഫിക്ക് രാഹുലുമായിട്ട് ഉള്ളത് കൊണ്ട് തന്നെ പാലക്കാട് അവിടെ MLA ആകുന്നതൊക്കെ തന്നെ ഷാഫി പറഞ്ഞിട്ടാണ് ആ സീറ്റിലേക്ക് തന്നെ ഈ രാഹുലിൻ്റെ പേര് പരിഗണിക്കുന്നത്, വേറെ ആളില്ലാഞ്ഞിട്ടൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഷാഫി പൂർണ്ണമായി കൈയൊഴിഞ്ഞു എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. കാര്യം ഇപ്പോഴും ഷാഫിയുടെ ഒരു നിയന്ത്രണത്തിൽ തന്നെയാണ് രാഹുൽ പോകുന്നത്. ഇവിടെ പാലക്കാട് ഒളിവിൽ താമസിക്കുന്നത് പോലും ഷാഫിക്ക് ബന്ധമുള്ള ഇടങ്ങളിലാണ് എന്നാണ് വാർത്തയുള്ളത്. പക്ഷേ അങ്ങനെ പറയുമ്പോൾ മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ യുവ നേതൃത്വം ഇങ്ങനെ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് ഇങ്ങനെ ഈ രീതിയിൽ ആരോപണം ഉണ്ടാകുമ്പോൾ അത് നിങ്ങളെ ബാധിക്കില്ലേ, നിങ്ങളുടെ കോൺഗ്രസിനെ അത് ബാധിക്കില്ലേ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഇപ്പോൾ ഒരു രാഹുൽ മാങ്കൂട്ടം എന്നല്ല, ഇപ്പം ഞാനായിരുന്നാലും JB മേത്ര ആയിരുന്നാലും ഇനി ബാക്കി അബിൻ വർക്കി ആയാലും ആരൊക്കെ ആയിരുന്നാലും അവർക്കെതിരെ ആരോപണം വന്നു കഴിഞ്ഞാൽ അത് ബാധിക്കുക തന്നെ ചെയ്യും. അത് ജിൻഡോക്കെതിരെ ആയാലും ആർക്കെതിരെയൊക്കെ തന്നെ വന്നിരുന്നാലും അത് അവരവരെ ബാധിക്കും. അത് എനിക്കെതിരെ ആയാലും ബാധിക്കും. അതങ്ങനെ സംഭവിക്കുള്ളൂ എന്ന് പറയുന്നത്. അപ്പോൾ അത് മാത്രമല്ല, അദ്ദേഹം മറ്റൊന്നുകൂടെ പറയുന്നുണ്ട്. അതായത് ഇവിടുത്തെ ഈ പാർട്ടിക്കകത്തുള്ള ചക്കളത്തി പോരെ നോക്കുകയല്ല രാഹുൽ ഗാന്ധിയുടെ കാര്യം. രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്ന അൾട്ടിമേറ്റായിട്ട് കേരളത്തിൽ ഒരു ഭരണമാറ്റം ഉണ്ടാവുക, ആ ഭരണമാറ്റം ഉണ്ടാകുന്നതിന് കോൺഗ്രസ് അതിതീവ്രമായി പ്രവർത്തിക്കുക എന്നുള്ളതാണ്. പിന്നെ രണ്ടാമതൊരു കാര്യം, രാഹുൽ മാങ്കൂട്ടത്തിനെ തള്ളി എന്ന് നമുക്ക് തോന്നിയതേ ഉള്ളൂ. ഇവിടെയാണ് നമ്മൾ ഒരു കാര്യം കൂടെ പറയേണ്ടത്. മാങ്കൂട്ടത്തിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും പറഞ്ഞ നേതാക്കളെ ഇങ്ങനെ സസൂക്ഷ്മം നമ്മൾ മാത്രമല്ല വീക്ഷിക്കുന്നത്. കോൺഗ്രസിനകത്ത് എൻ്റയർ ആൾക്കാരും പൊതുസമൂഹം കാണുന്ന പോലെ തന്നെ അവരുടെ സൈബർ ഹാൻഡിലുകൾ ഇതെല്ലാം കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കണ്ടതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താൻ, എന്ത് യോഗ്യതയാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ അദ്ദേഹത്തിനെ ചോദിക്കുന്നത് കോൺഗ്രസ് നാറിയില്ലേ എന്ന് അല്ലേ? എൻ്റെ അറിവിൽ ഞാൻ കണ്ടിട്ടുള്ളത് തിരുവനന്തപുരത്ത് പ്രിയദർശിനി പ്ലാനറ്റോറിയത്തിൽ ശരത്ചന്ദ്ര പ്രസാദ് ഇദ്ദേഹം തുണിയില്ലാതെ ഒരു ഒമിനിക്കകത്ത് ഇരിക്കുന്ന വാർത്ത, നമ്മൾ അന്ന് ഒരു ഉച്ച സമയത്താണ് ഈ വാർത്തയൊക്കെ അവിടെ ഉണ്ടാകുന്നത്. അന്ന് അത് മാത്രമല്ല, അത് അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കകത്തുണ്ടായ വിഷയമാണെന്ന് പറയാം. അതിനുശേഷം ഇദ്ദേഹത്തിന് സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട് മഞ്ചേരിയിൽ ഒരു വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്ത കാര്യമല്ലോ. തലയിൽ കുമ്പിട്ടിരിക്കുന്ന രാജ്മോഹൻ ഉണ്ണിത്താനെ നമ്മൾ കണ്ടതാണല്ലോ, തലയിൽ കൈ കൊടുത്തിരിക്കുന്ന രാജ്മോഹൻ ഉണ്ണിത്താൻ നമ്മൾ കണ്ടല്ലോ. അപ്പോൾ കോൺഗ്രസ് പാർട്ടിക്കകത്ത് ഇതാണ് കോൺഗ്രസ് പാർട്ടിയുടെ ഏറ്റവും വലിയ ഒരു കുഴപ്പമെന്ന് നമ്മൾ പറയുന്നത്. കാര്യം ഒരു വിഭാഗം, കാര്യം അവിടെയാണ് CPM-ഉം ഇവരും തമ്മിലുള്ള വ്യത്യാസം. ഇപ്പോൾ സ്വർണ്ണക്കൊള്ള വിവാദം വന്നു കഴിഞ്ഞ് പത്മകുമാറിനെ ഏതെങ്കിലും പാർട്ടിക്കാരൻ പരസ്യമായി പ്രതികരിക്കാൻ വന്നോ? ഏതെങ്കിലും ഒരു CPM-കാരൻ പരസ്യമായി ഒരു ചാനൽ ചർച്ചയിൽ പോലും അരുൺകുമാറൊക്കെ, നമ്മുടെ കൊച്ചിയിലെ അരുൺകുമാർ നേതാവ് ഒക്കെ മെഴുകി വാരുകയല്ലേ ചെയ്തത്. ആരെല്ലാം എന്തെല്ലാം പറഞ്ഞു. ഒരു ചാനൽ ചർച്ചയിൽ പോലും അനിൽകുമാറൊക്കെ എന്തെല്ലാമാണ് പറഞ്ഞ് രക്ഷപ്പെടാൻ വേണ്ടി വിജയിക്ക്. അവിടെയാണ് CPM-ഉം കോൺഗ്രസും തമ്മിലുള്ള വ്യത്യാസം. ഇപ്പോൾ K. മുരളീധരൻ ഒരു വർത്തമാനം പറയുന്നു. ഇന്നിപ്പോൾ K. മുരളീധരൻ്റെ സ്റ്റാൻഡ് ഒന്ന് അയഞ്ഞിട്ടുണ്ട്. K. മുരളീധരൻ ഒരു നേർത്ത അനുഭാവം കാണിക്കുന്നുണ്ട്. ആരുടെ കൂടെ? രാഹുലിൻ്റെ കൂടെ. ഇന്നലെ ഉണ്ണിത്താൻ പറഞ്ഞു. ഉണ്ണിത്താൻ പറയാൻ യാതൊരു യോഗ്യതയില്ല.
അവിടെയാണ് ഇപ്പോൾ ഷാഫി പറമ്പിൽ ഈ പറയുന്ന രീതിയിൽ പറയുമ്പോൾ പാർട്ടിക്കൊപ്പമാണ് എന്ന്, അത് അദ്ദേഹത്തിൻ്റെ ധാർമ്മികതയാണ്. അദ്ദേഹത്തിന് അങ്ങനെ പറയാനേ കഴിയുള്ളൂ. അദ്ദേഹം രാഹുൽ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ആ വിഷയത്തിലേക്ക് ആഴ്ന്നിറങ്ങി ആ പെൺകുട്ടി അങ്ങനെ വിളിച്ചോണ്ട് പോയില്ലേ, ആ പെൺകുട്ടി ഇദ്ദേഹം മാത്രമായിട്ട് ഉണ്ടായതാണോ, ഉഭയകക്ഷി പ്രകാരമല്ലേ രണ്ടുപേർ തമ്മിൽ ബന്ധപ്പെട്ടത്, അല്ലെങ്കിൽ അങ്ങനെ കുറ്റം മാത്രം രാഹുലിനെ പറയാൻ പറ്റില്ല, ഇങ്ങനെയൊന്നും ഒരു സാധൂകരണം ഷാഫി പറഞ്ഞില്ല. അവിടെയാണ് ബുദ്ധിപരമായ നീക്കം ആണ് ഷാഫി ഇപ്പോൾ ഇതിൽ നടത്തിയിരിക്കുന്നത്. ഷാഫി ഇവിടെ കൈവിടുന്നു എന്നുണ്ടെങ്കിൽ ഇത് നിയമ വഴിയിലേക്ക് തന്നെ. അല്ല, ഷാഫിക്ക് ഇനി പ്രതികരിക്കാതിരിക്കാൻ പറ്റില്ല കേട്ടോ. കാരണം വെച്ചാൽ ഇപ്പോൾ അതിൻ്റെ പരിധി കഴിഞ്ഞു പോയി. ഈ ഇത്രയും കാലം മാധ്യമങ്ങൾ പൊതുവെ പറഞ്ഞിരുന്നത് ഷാഫി പറമ്പിൽ ഒരു നൈസായിട്ട് പരോക്ഷമായി രാഹുലിനെ പൊതിഞ്ഞു പോയി പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു സ്റ്റാൻഡാണ് എടുത്തതെന്നാണ്. ഇപ്പോൾ ഇനിയിപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നു. മൊഴി കൊടുത്തു, പെൺകുട്ടി മൊഴി കൊടുത്തു, 164 കൊടുത്തു. അപ്പോൾ പരാതി വന്നു കഴിഞ്ഞു. ഇത്ര നാളും പരാതി ഇല്ലായിരുന്നു. ഇപ്പോൾ പരാതി വന്നിട്ട് ഇപ്പോൾ 3 ദിവസമായി. ഇത് മുമ്പത്തെ പോലെയല്ലോ, ഇത് ഒരു പരസ്യമായിട്ട് ഒരു അതിജീവിത രംഗത്ത് വന്നു കഴിഞ്ഞു. അപ്പൊ ഇനിയിപ്പോ ഷാഫി പറമ്പിലിന് ഇതിലിപ്പോ ഷാഫി പറമ്പിലിനോ കോൺഗ്രസ് പാർട്ടിക്കോ അങ്ങനെ ഒരു രാഷ്ട്രീയമായിട്ടൊരു പ്രൊട്ടക്ഷൻ രാഹുലിന് നൽകാൻ കഴിയില്ല. പക്ഷെ ഇവിടെ വന്നിരിക്കുന്ന കേസ് ഇന്ത്യൻ നിയമവ്യവസ്ഥയിൽ 64, 2, 89, 115 എന്നിങ്ങനെയൊക്കെയുള്ള വളരെ വളരെ ഗുരുതരമായ വകുപ്പുകളാണ് അദ്ദേഹത്തിനെതിരെ വന്നിരിക്കുന്നത്. പക്ഷേ MLA സ്ഥാനം രാജിവെക്കാനുള്ള സാധ്യതയില്ല. പക്ഷേ ഇതിലൊക്കെ തന്നെയും ഇവരുടെയൊക്കെ അഭിഭാഷകരൊക്കെ തന്നെ തിരുവനന്തപുരത്തെ ശാസ്തമംഗലം അജിത്ത് എന്ന് പറഞ്ഞ അഭിഭാഷകൻ, പിന്നെ അല്ലാതെ കൊച്ചിയിൽ മറ്റൊരു അഭിഭാഷകനൊക്കെ തന്നെ പറയുമ്പോൾ നിരവധി രക്ഷപ്പെടാനുള്ള സാധ്യതകൾ. ഇതിപ്പോൾ അത് രാഹുൽ തന്നെ സ്വയം രക്ഷപ്പെടാൻ ധാർമ്മികത തെളിയിക്കേണ്ടത് രാഹുലിന്റെ ആവശ്യമാണ്. രാഹുൽ സെൽഫായിട്ട് രാഹുലിന്റെ എന്താണ് താൻ സത്യം ജയിക്കാൻ താൻ മാത്രം MLA സ്ഥാനം രാജിവെക്കാൻ സാധ്യത കുറവാണ്. കാരണം എൽദോസ് കുന്നപ്പള്ളി ഉണ്ട്, മുകേഷ് ഉണ്ട്, വിൻസെന്റ് ഉണ്ട്, അങ്ങനെ കുറെ പേരുണ്ട്. അല്ല, അദ്ദേഹം പാർട്ടിക്ക് മുന്നിൽ താൻ തെറ്റുകാരനല്ല എന്ന് തെളിയിക്കേണ്ടതായ ഉത്തരവാദിത്വം രാഹുലിനുണ്ട്. അപ്പോൾ അത് രാഹുൽ തെളിയിക്കുന്നവരെ പാർട്ടിക്ക് ഈ സ്റ്റാൻഡിൽ പോകാനേ പറ്റുള്ളൂ. ഇത് നമ്മൾ കാണക്കൊണ്ട് ഷാഫി പറഞ്ഞെങ്കിലും ഷാഫിയൊക്കെ ധാർമ്മികമായി മാനസികമായ പിന്തുണ കൊടുക്കുക തന്നെ ചെയ്യും. കാര്യം ഷാഫി തന്നെ കൊണ്ടുവന്ന ഒരു പേരുകാരനാണ്, ഷാഫി തന്നെ കൂടെ നിർത്തിയ ഒരു നേതാവാണ്, യുവ നേതാവാണ്. അപ്പോൾ ഷാഫിക്ക് അതിൽ ഉത്തരവാദിത്തമുണ്ട്. അതുമാത്രമല്ല, ഇത്രയും കടുത്തൊരു ആരോപണം വന്ന സ്ഥിതിക്ക് ചിലപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് സീറ്റ് പാലക്കാട് കിട്ടാനുള്ള സാധ്യത തീരെ കുറവാണ്. ആരോപണ വിധേയനായ അതിനൊരു കാലാവധി, ഒരു സമയം. സോളാർ വിഷയം വന്നപ്പോൾ സീറ്റ് കൊടുത്തില്ല, പലർക്കും സീറ്റ് കൊടുത്തില്ലല്ലോ. അല്ല, അത് മാത്രമല്ല, VD സതീശൻ്റെ ഇപ്പോൾ VD സതീശൻ്റെ കാര്യം ചോദിച്ചപ്പോഴും ഷാഫി അതിനെ താങ്കളുമായിട്ടൊക്കെയുള്ള ആ നിങ്ങൾ ഒരു നേതാവെന്ന രീതിയിൽ ഒരു രാഷ്ട്രീയത്തിൽ ഒരേ രാഷ്ട്രീയത്തിലുള്ളവർ എന്നല്ലാതെയുള്ള നിങ്ങൾ തമ്മിൽ അടുപ്പം ഉണ്ടായിരുന്നില്ലേ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഷാഫി അതെല്ലാം വഴുതിമാറി പോവുകയാണ് ആ വിഷയങ്ങളൊക്കെ. പക്ഷേ എങ്കിലും ഇത് VD സതീശൻ്റെയും കൂടെ ഒരു ജയമാണ്. കാര്യം ഷാഫി ഉൾപ്പെടെയുള്ളവർ അവരുടെ സൈബർ ഹാൻഡിലുകൾ VD സതീശനെ എന്തുമാത്രം അലക്കി എന്നുള്ളതും സൈബർ അറ്റാക്ക് നടത്തി എന്നുള്ളതും നമ്മളിവിടെ കണ്ടതാണ്. കാര്യം ഈ രാഹുലിൻ്റെ വിഷയത്തിൽ തുടക്കം മുതൽ VD സതീശൻ എടുത്ത സ്റ്റാൻഡിനെ നിശ്ചിതമായി വിമർശിച്ചവരാണ് കോൺഗ്രസ് പാർട്ടിക്ക് അകത്തുള്ളവർ പലരും. എന്നിട്ട് അവസാനം സൈബറിൻ്റെ അറ്റാക്ക് കൂടെ അദ്ദേഹത്തിന് കേൾക്കുന്നത്. ഇപ്പോൾ ഈ അറസ്റ്റിലൂടെ VD സതീശൻ്റെ സ്റ്റാൻഡ് മാറി വന്നിരിക്കുകയാണ്. VD സതീശൻ ആണ് ഒരു പരിധി വരെ VD സതീശൻ പറഞ്ഞത് ശരിയാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ VD സതീശനെ ഒപ്പമല്ലേ എന്ന് ചോദിക്കുമ്പോൾ അത് അദ്ദേഹം വഴിമാറ്റി വിടുന്നുണ്ട്. അദ്ദേഹം VD സതീശനിലൂടെ പറഞ്ഞ് കേരളത്തിലെ രാഷ്ട്രീയ പിന്നെ ഇപ്പോഴത്തെ അവസ്ഥ പറഞ്ഞ് രാഹുൽ ഗാന്ധിയിലേക്ക് പോയി, രാഹുൽ ഗാന്ധിയുടെ ആവശ്യം പറഞ്ഞ് വിഷയം മാറ്റി അങ്ങ് പോവുകയാണ് ചെയ്തത്. ഇവിടെ ഒന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ, ഈ ഒരു പറച്ചിൽ പൂർണ്ണമായ ഒരു തള്ളിക്കളയലായിട്ട് നമുക്ക് പറയാൻ കഴിയില്ല. കാര്യം ഷാഫിയുടെ കൂടെ ഉത്തരവാദിത്വമാണ് രാഹുലിൻ്റെ നിരപരാധിത്വം തെളിയിക്കുക.